ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 ദിവസം മുന്നേ എനിക്കൊരു റെക്കോർഡഡ് കോൾ, അതായത് ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഒരു റെക്കോർഡഡ് കോൾ വന്നു. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ വിചാരിച്ചു ശരിക്കും ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ ബിൽ പേയ്മെൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിം കാർഡിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണെന്ന് വിചാരിച്ചിട്ട് റിങ് ചെയ്തു. ഞാൻ എൻ്റെ മൊബൈൽ എടുത്തപ്പോൾ ഇതേപോലെ ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എൻ്റെ പേരിൽ കുറച്ച് 3-4 സിം കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് നേരത്തെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ ഉള്ള ആക്റ്റീവായിട്ടുള്ള എല്ലാ സിം കാർഡുകളും ഡീആക്ടിവേറ്റ് ആകാം വിത്തിൻ 2 hours. അപ്പോൾ ഞാൻ ശരിക്കും പെട്ടെന്ന് പാനിക്കായിപ്പോയി. കാരണം ഇത് പ്രതീക്ഷിക്കത്തില്ലല്ലോ, നമ്മളിങ്ങനെ ഒരു കോള് പ്രതീക്ഷിക്കത്തില്ല. ഞാനത് സത്യമാണെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു സത്യം പറഞ്ഞാൽ. കാരണം വിത്തൗട്ട് ഇൻഫർമേഷൻ വിതിൻ 2 hours ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതെവിടെ തന്നെ ആയാം എന്ന് വിചാരിച്ചു. ആ റെക്കോർഡഡ് കോൾ കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പറയുമല്ലോ 1 2 3 ഒക്കെ പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ തന്നെ നേരിട്ട് ഒരാൾ ലൈനിൽ വന്നിട്ട് അയാൾ പറയുന്നത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അയാൾ ഭയങ്കര കാം പീസ്ഫുള്ളായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താണ് വിതൗട്ട് ഇൻഫർമേഷൻ? നിങ്ങൾക്ക് കസ്റ്റമർക്ക് മെയിൽ അയക്കുകയോ നേരത്തെ ഇൻറ്റിമേഷൻ തരികയോ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് തന്നിട്ടുണ്ടോ? അത് അങ്ങനെയാണ് മാം, ഇത് സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് മാമിൻ്റെ സിം ആരൊക്കെയോ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ പേരിൽ കുറച്ച് സിം കാർഡ് ഉണ്ട്. കുറച്ച് സിം കാർഡ് എന്ന് വെച്ചാൽ എനിക്ക് അഡീഷണൽ ഒരു ഫോണ്ട് മോൻ്റെ ഞാനാണ് എടുത്തേക്കുന്നത്. പിന്നെ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുമല്ലോ പ്രീപെയ്ഡ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ളത് പോസ്റ്റ് പെയ്ഡാണ്. അപ്പോൾ അതെനിക്ക് കട്ടായി കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ടെലിഫോൺ നമ്പർ പെട്ടെന്ന് കട്ടായി പോയാൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? അത് മാത്രമാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. നമ്മൾ എല്ലാ ദിവസവും പേപ്പറിൽ ഈ ഫ്രോഡുലൻസ് വായിക്കുന്നതും കളിപ്പിക്കപ്പെടുന്നതും എല്ലാം അറിയുമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾക്ക് അത് സത്യം ഏത് ഫ്രോഡ് ഏതാന്ന് വിശ്വസിക്കാൻ പറ്റില്ല. സത്യം അതുകൊണ്ടാണ് ആൾക്കാർ കബളിപ്പിക്കപ്പെടുന്നത്. ഇത് സെക്കൻഡ് ടൈമാണ് എനിക്കിങ്ങനെ ഈ ഒരു ഫ്രോഡുലൻഡ് നടക്കുന്ന ഒരു കോൾ വന്നത്. അതായത് ഇത് അതിന് മുന്നേ എനിക്ക് ബാങ്ക് റിലേറ്റഡ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനതിങ്ങനെ സംസാരിച്ചു. ഞാൻ എന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അവരോട് കൂടുതൽ എൻകറേജ് ചെയ്തില്ല അയാളെ. അപ്പം പിന്നെ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഇനി സൈബർ സെൽ പോലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആണോ എന്ന് വെച്ചിട്ട് എടുത്തു. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഒരു ഇന്ത്യൻ നമ്പർ തന്നെയാണ്. എടുത്തപ്പോൾ വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്, നമ്പർ പറഞ്ഞു തരാം, അത് മാഡം ഉപയോഗിച്ചിരുന്നാണോ എന്ന് പറഞ്ഞിട്ട് 366 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ 366 എന്ന് പറയുന്ന നമ്പറൊന്നും എനിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് കത്തി, എൻ്റെ ഫോൺ കോൾ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണല്ലോ എന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാനതങ്ങ് കട്ട് ചെയ്തപ്പോൾ അതായത് അവരുടെ ഉദ്ദേശം എന്നെ കൊണ്ട് സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മൊബൈലിലുള്ള ഡേറ്റ എന്തെങ്കിലും ചോർത്തിയെടുക്കാനാണോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കോൾ വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കില്ല. ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഒരുപാട് കോളുകൾ അങ്ങനെ വരുന്നതാണ്. ഇതിനു മുന്നേ എനിക്ക് ഉണ്ടായൊരു അനുഭവം എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ഞാനൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു SBIയുടെ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കോൾസ് വരത്തില്ലേ നമുക്ക്, നമ്മുടെ പ്രൊഫൈൽ ആക്റ്റീവ് ആക്കാനോ അങ്ങനെ കുറേ കോൾസ് റിയൽ ആയിട്ട് തന്നെ ജെന്യൂൻ ആയിട്ട് ബാങ്കിൽ നിന്ന് വരും. അതിനിടയ്ക്ക് ഒരു കോൾ വന്നു. അപ്പോൾ അതിൻ്റെ എന്തോ ഇഷ്യൂ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ സമയമൊന്നും, ഇതൊരു 3-4 years മുന്നാണ് കേട്ടോ, ഞാൻ ആ സമയമൊന്നും ആലോചിക്കാതെ ഞാൻ അതിൻ്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇനി ടേൺ ചെയ്തിട്ട് അതിനകത്തൊരു 3 നമ്പർ അവിടെ കിടപ്പുണ്ട്, അത് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. കാരണം അത് നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ലല്ലോ, നമ്മുടെ CVV പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇല്ല, എനിക്കത് ഇതിനകത്ത് കാണുന്നില്ല, അതങ്ങ് എറേസ് ആയിപ്പോയി. അത് കുഴപ്പമില്ല, അതിനകത്തൊരു ഇങ്ങനെ പേപ്പറിൽ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഇംപ്രഷൻ കിട്ടും, അത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനത് ക്ലോസ് ചെയ്തു, ഞാനത് ഫോൺ കോൾ കട്ട് ചെയ്തു. അന്നേരം എനിക്ക് ക്ലിയറായി. പിന്നെ എനിക്ക് പേടിയായി. ഞാൻ ബാങ്ക് വിളിച്ചിട്ട് ആ കാർഡ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഇങ്ങനെ വരുന്ന കോൾസ് ഇത് ജെന്യൂൻ ആണോ അല്ലെന്ന്. കാരണം അതേപോലെ നമുക്ക് കോൾസ് ജെന്യൂൻ ആയിട്ട് വരാറുണ്ട്.
അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു മാഡം, ഒരു ലേഡി വില്ലേജ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു, മാഡം ഇങ്ങനെ ഒരു നമ്പർ OTP വന്നിട്ടുണ്ട്, മാഡം അത് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എടുത്ത് ചോദിച്ചു, നിങ്ങളിങ്ങനെ ജെന്യൂൻ ആണോ എന്ന് എങ്ങനെ അറിയുന്നത്? അന്ന് ഞാൻ എന്തോ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ കുഴപ്പമില്ല മാഡം, ഇവിടെ വന്നിട്ട് അത് ഡയറക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിലായത് ജെന്യൂൻ ആയിട്ടുള്ളതാണ്, വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചതാണ്. ഇങ്ങനെ പല ഭാഗത്തു നിന്ന് വരെ ശരിക്കും പറഞ്ഞ ആൾക്കാർ കബളിപ്പിക്കപ്പെടുന്നത് നമുക്കിത് മനസ്സിലാകില്ല എന്നുള്ളതാണ്. എന്നാലും കോൾ അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇതിനകത്ത് എന്തോ കുരുക്കുണ്ട്, എന്തോ പ്രോബ്ലംസ് ഉണ്ട് എന്ന്. എനിക്ക് പിന്നെ ഈ ലേറ്റസ്റ്റ് വന്ന ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ്, പിന്നെ ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു പേടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3-4 hours കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ വീണ്ടും എനിക്ക് കോൾ വരുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ നമ്പറിൽ നിന്നാണ് വരുന്നത്, ഇന്ത്യൻ നമ്പറിൽ നിന്നാണ് വരുന്നത്. ഞാൻ എടുത്തില്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പായി. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തട്ടിപ്പുകൾ പലതരം ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ കേട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ പേരിൽ വരുന്നുണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇതൊക്കെ കറക്റ്റ് ആണോ ഇല്ലയോ? നമുക്ക് ആകെ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ഏത് വന്നാലും ഡിനേ ചെയ്യുക. റിയൽ ആയിട്ടുള്ളതാണെങ്കിൽ അവർ പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെറ്റർ വരിക, അങ്ങനെയൊക്കെ ചെയ്യും. ഇതല്ലെങ്കിൽ നമ്മൾ ശരിക്കും എന്ത് വന്നാലും ഡിനേ ചെയ്തേക്കുക, കൂടുതൽ എൻ്റർടൈൻ ചെയ്യാൻ പോകാതിരിക്കുക, എന്നാൽ മാത്രമേ നമ്മൾ ഇതിന് രക്ഷപ്പെടുത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. പുതിയ ആൾക്കാരാണ് ഇത് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.